3 മാസങ്ങൾക്ക് മുൻപാണ് കേരള ഹൈക്കോടതി പൾസർ സുനി എന്ന NS സുനിലിന് 25,000 രൂപ പിഴയിട്ടത്. തുടർച്ചയായി ജാമ്യ ഹർജിയുമായി ചെന്നതിനായിരുന്നു അന്നത്തെ പിഴ. ഒപ്പം സുനിക്ക് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുവെന്ന് സംശയിക്കുന്നതായും കോടതി നിരീക്ഷിച്ചു. ഇന്നിപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം അനുവദിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ആരാണ് വിചാരണ വൈകിക്കുന്നത്? ദിലീപിന്റെ അഭിഭാഷകനെന്ന് സർക്കാർ പറയുന്നു. 109 ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു M. പൗലോസിനെ 8-ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചത്. അതിജീവിത ഇപ്പോഴും കാര്യമായ അവസരങ്ങളില്ലാതെ നീതിക്കായി കോടതി നടപടികളുമായി തുടരുന്നു. 8-ാം പ്രതി ഇപ്പോഴും സിനിമകളിൽ അഭിനയിച്ചു നടക്കുന്നു. ഇപ്പോഴിതാ 1-ാം പ്രതി കൂടി പുറത്തിറങ്ങുന്നു. ഇനി എന്ത്? ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. പ്രോഡക്റ്റുകൾ പകുതി വിലയിൽ വരെ വിറ്റഴിക്കുന്നു. അഡ്വക്കേറ്റ് വീണ നായർ കോൺഗ്രസ് പ്രതിനിധി, സിനിമാ പ്രവർത്തകൻ പ്രകാശ് ബാരെ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി അഭിഭാഷകൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതി അഭിഭാഷകൻ, രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ, ജിൻസൺ സാക്ഷി എന്നിവരാണ് ഉള്ളത്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ജാമ്യം എന്നുള്ളത് അവകാശമാണ്. അതുകൊണ്ട് 7.5 വർഷമായി ജാമ്യം ലഭിക്കാതിരുന്ന പൾസർ സുനിക്ക് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ജാമ്യം നൽകിക്കൊണ്ട് സുപ്രീം കോടതി പറയുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എങ്ങനെയാണ് ഈ വിചാരണ ഇങ്ങനെ നീണ്ടുപോകുന്നത്? ഇതെന്ത് വിചാരണയാണ് എന്ന് കോടതി ചോദിക്കുന്നു. വിചാരണ നീട്ടുന്നത് 8-ാം പ്രതിയുടെ അഭിഭാഷകനാണ് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ പറയുകയുണ്ടായി. അങ്ങനെ പ്രതിയുടെ അഭിഭാഷകന് വിചാരണ നീട്ടാൻ രൂപത്തിൽ വിചാരണ കോടതി നിൽക്കുന്നു എന്നാണോ കോടതിയുടെ പരാമർശത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതി ജാമ്യാപേക്ഷ കൺസിഡർ ചെയ്തപ്പം പറഞ്ഞ കാരണങ്ങള്, ഒന്ന്, ഈ 1-ാം പ്രതി 7.5 വർഷമായിട്ട് ജയിലിലാണ്. 2, ബാക്കി എല്ലാ അക്യൂസ്ഡിനും ബെയിൽ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ദ മാനർ ഇൻ വിച്ച് ട്രയൽ ഹാസ് പ്രോഗ്രസ്ഡ്, അതാണ് ഇപ്പം സ്മൃതി ചൂണ്ടിക്കാണിച്ചത്. ഈ വിസ്താരം ഇത്രയും നീണ്ടുപോകുന്നു. അതിൽ സ്പെഷ്യലായിട്ട് എഴുതിയിട്ടുണ്ട്, അക്യൂസ് നമ്പർ 8 ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ക്രോസ് എക്സാമിൻ ചെയ്ത് 15/2/24 മുതൽ 10 സെപ്റ്റംബർ 10 വരെ 86 ദിവസം അത്രയാണ് എക്സാമിൻ ചെയ്തത്. 1800 പേജ് ഉണ്ട് ഡീപ്പോസിഷൻ, 261 സാക്ഷികളുണ്ട്. അതില് ഇവരുടെയൊക്കെ ഈ സാക്ഷിമൊഴികളിൽ വന്നിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ ഓരോ പ്രതികളെയും വിളിച്ച് ചോദിക്കണം, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട്, ശരിയാണോ, നിഷേധിക്കുന്നോ, അതിനെപ്പറ്റി എന്ത് പറയുന്നു? അതിന് 313 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ 313 സ്റ്റേറ്റ്മെന്റ് എടുക്കണം. 9 പ്രതികളുണ്ട്. അതുകൊണ്ട് ട്രയൽ ഉടനെ ഒന്നും കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നില്ല. ഈ സാഹചര്യത്തില് പ്രതിക്ക് ജാമ്യം കൊടുക്കുകയാണ്. അപ്പൊ പ്രതി പുറത്തിറങ്ങിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് വാദിച്ചപ്പോൾ അതിന് സുപ്രീം കോടതി പറഞ്ഞത്, അതിന് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള കണ്ടീഷൻസ് ഏർപ്പെടുത്താം ട്രയൽ കോടതിക്ക് എന്നാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതിയിലെ ഏറ്റവും മികച്ച ഒരു ജഡ്ജിയാണ് അഭയ സോക്ക. അദ്ദേഹമാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പേഴ്സണൽ ലിബർട്ടി ഉയർത്തിക്കൊണ്ടുള്ള ഒരു വിധിയാണിത്. എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും സുപ്രീം കോടതി ജസ്റ്റിസ് കൃഷ്ണയ്യരൊക്കെ ലേഡ് ഡൗൺ ചെയ്ത നിയമമാണ്, ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. അതില് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് വേറെ ചിലതൊക്കെയാണ്. അതായത് പ്രതി വെളിയിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള സാധ്യതയാണ് ഒന്ന്, വിറ്റ്നസ്സുകളെ ത്രട്ടൺ ചെയ്യുമോ എന്നുള്ളത്, പിന്നെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് വിട്ടുപോകുമോ. ഈ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാനായിട്ട് ട്രയൽ കോടതിക്ക് ശക്തമായിട്ടുള്ള കണ്ടീഷൻസ് ഏർപ്പെടുത്താം. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് സഹകരിക്കാം, ഇയാളെ കോടതിയുടെ പരിധി വിട്ടു പോകാതിരിക്കാനും. ഇനി സാക്ഷികളെ ഏതെങ്കിലും രീതിയിൽ കൂറുമാറ്റം പ്രേരിപ്പിക്കുകയോ അതിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ കോടതിയിലെ ജാമ്യം റദ്ദാക്കാനായിട്ടുള്ള അപേക്ഷയും കൊടുക്കാം. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യാൻ ട്രയൽ കോടതിയോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പേഴ്സണൽ ലിബർട്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിലും അല്ലെങ്കിലും എല്ലാവർക്കും തുല്യ നീതിയാണ്. ഇപ്പം ഒരാൾ കുറ്റക്കാരനെന്ന് കാണുന്നത് വരെ അയാളെ നിരപരാധി എന്ന് കാണുക, കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ. അപ്പൊ ആ തത്വങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു പ്രതിയേക്കാൾ ഭീകരമായിട്ട് പുറകിൽ പ്രവർത്തിച്ച ഒരു ശക്തി കാണും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നവര് ഇപ്പൊ പുറമേ നിൽക്കുന്നു. അതിൽ കൂടുതൽ എന്തൊരു ഭവിഷ്യത്താണ് നേരിട്ട്
ഈ മുന്നിൽ നിന്ന് ചെയ്ത ആൾക്ക് വരുത്താൻ കഴിയുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി കോടതിയിലുണ്ട്. ഇതില് ജാമ്യം ഇങ്ങനെ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വരാൻ കഴിയും. ഇതിനകത്തുള്ള ഇപ്പോഴത്തെ ഉത്തരവാദിത്വം ഈ പൾസർ സുനി ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കാതിരിക്കുന്നു എന്ന് എൻഷുർ ചെയ്യാനുള്ള ബാധ്യത കേരള പോലീസിനാണ്. അപ്പൊ അവര് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന പലരും നിയമത്തിന്റെ പരിധിയിൽ വരാത്തവരുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതികൾ ജാമ്യം കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അതിന്റെ തെളിവ് നശിപ്പിക്കാതിരിക്കാനും അതിൽ കൈകടത്താതിരിക്കാനും എൻഷുർ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേഷന്റെ ബാധ്യതയാണ്. വിചാരണ കോടതിക്ക് തീരുമാനിക്കാം ഉപാധികൾ, ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന് കൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ അതിജീവിതയ്ക്കും പരാതിയുള്ളത്. അല്ല, അത് സാധാരണ ഏതൊരു കേസിലും കോടതി പറയുന്നതാണ്. ട്രയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രയൽ കോടതി കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാമെന്ന് പറയാറുണ്ട്. ഹൈക്കോടതികളും സുപ്രീം കോടതിയും പറയാറുണ്ട്. ഒരു സാധാരണ കേസിൽ കിട്ടുന്ന രീതിയിലുള്ള നീതിയാണ് ഇത്. നമ്മൾ ഈയിടെയായിട്ട് കാണുന്നു സുപ്രീം കോടതിയിൽ ഇപ്പോൾ പേഴ്സണൽ ലിബർട്ടി ഊന്നിക്കൊണ്ടുള്ള പല വിധികൾ ഈ ആം ആദ്മി പാർട്ടിയുടെ കേസിൽ മനീഷ് സിസോഡിയയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ആണെങ്കിലും അവരൊക്കെ വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നവരും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ ഉള്ളവരുമാണ്. അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഒന്നും ഒരു സാധാരണ പ്രതിക്കില്ലല്ലോ. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന കവിതയുടെ കേസിൽ വന്നപ്പോഴും ഒക്കെ ജാമ്യം കൊടുത്തു. അവിടെ എല്ലാം സുപ്രീം കോടതി പറയുന്നത് ഈ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതുവരെ ഒരാളെ ജയിലിൽ ഇടുക എന്നുള്ളത് എക്സെപ്ഷണൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസിലേ കഴിയൂ എന്നാണ്. അത് നേരത്തെ മുതലുള്ള ഇതാണ്. അത് വീണ്ടും ഇപ്പോൾ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിയമ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഈ ബെയിൽ കൊടുത്തതിനെ ഞാൻ അനുകൂലിക്കുന്നു. പക്ഷെ വേറെ അതിനകത്തൊരു ഒരു നിരാശാജനകമായിട്ടുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചു. സ്പീഡി ട്രയൽ എന്ന് പറയുന്നതാണ് നമ്മൾക്കെല്ലാം ആവശ്യം. ഒരു കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുറ്റക്കാരനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും വിചാരണ പൂർത്തിയാക്കി ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് നിയമ സംവിധാനത്തിന്റെ വിജയം. അവിടെ ഈ കേസിൽ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സുപ്രീം കോടതി പരോക്ഷമായിട്ട് ചൂണ്ടിക്കാണിച്ചു. ശരി, ഞാൻ വീണയിലേക്ക് പോവുകയാണ്. വീണ, ഇപ്പോൾ പ്രതി പൾസർ സുനി പുറത്തേക്ക് വരുമ്പോൾ ഒന്നാം പ്രതിയാണ്. പൾസർ സുനിയുടെ പക്കലാണ് മെമ്മറി കാർഡ്, പൾസർ സുനിയുടെ പക്കലാണ് ഈ നഗ്നചിത്രങ്ങളുള്ള ഫോൺ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എവിടെ എന്നത് പൾസർ സുനിക്കാണ് അറിയാവുന്നത്. പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക അതിജീവിതയ്ക്കുണ്ട്, അതിജീവിതയുടെ അഭിഭാഷകർക്കുണ്ട്. നേരത്തെ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ പൾസർ സുനിയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടായേക്കാം എന്ന് പോലും അവർ ആശങ്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ഇല്ലാതായേക്കാം. ഈ കേസിന്റെ ഭാവിയെ വീണ എങ്ങനെ കാണുന്നു? ഈ 7.5 വർഷത്തിനു ശേഷം അവസാന പ്രതിയും ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ മുഴുവൻ പ്രതികളും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിജീവിത ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ. തീർച്ചയായും ഈ ഇടതുപക്ഷ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പീഡന കേസുകൾ വരുമ്പോൾ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലെ ഈ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളും നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം, ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇതെന്ന്. അത് ഒരു ക്ലീഷയായിട്ട് പറയുന്നതല്ല, അതൊരു വസ്തുത തന്നെയാണ്. എന്താണെന്നറിയോ, ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസിലെ ഒന്നാമത്തെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിൽ പൾസർ സുനി എന്ന ഒന്നാം പ്രതിയുടെ കൗൺസില് അവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാന വാദങ്ങളിലൊന്നിതാണ്: co-accused, the influential actor had been allowed to cross-examine the witness. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള ആളെ തന്നെയാണ് വിസ്തരിച്ചിരിക്കുന്നത്. for 95 days leading to a deposition of 1800 pages. State did not raise a single objection to such lengthy cross examination. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ട്രയൽ നടക്കുന്ന സമയത്ത് 95 ദിവസത്തോളം ഒരു ക്രോസ് എക്സാമിനേഷൻ പ്രതിഭാഗം വക്കീൽ നടത്തുമ്പോൾ പ്രോസിക്യൂഷൻ, അതായത് സ്റ്റേറ്റ് ഒറ്റ തവണ പോലും ഈ ലെങ്തി ക്രോസ് എക്സാമിനേഷൻ പാടില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊരു ഒബ്ജക്ഷൻ അവിടെ റേസ് ചെയ്തിട്ടില്ല.
സ്റ്റേറ്റിന് പ്രോസിക്യൂഷന് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോയി സ്പീഡി ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ എടുത്ത് അതുമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള ശ്രമങ്ങളൊന്നും. അപ്പം ഇന്നോർഡിനേറ്റ് ആയിട്ട് ഡിലേ വരുത്താൻ ഒരു പ്രതിഭാഗം വക്കീൽ ശ്രമിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ അഭിഭാഷകൻ അവിടെ നിശബ്ദനായിട്ട് അതിനൊപ്പം നിന്ന് കൊടുക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യം മാത്രം നമ്മൾ ചോദിച്ചാൽ മതി. ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ് ഇവിടുത്തെ ഈ സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെമ്മറി കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള കോൺട്രവേഴ്സി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഹാഷ് വാല്യൂ മാറുന്നു. ഇതൊക്കെ ഈ കേസ് കഴിഞ്ഞ കാലങ്ങളിൽ പുരോഗമിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ആശങ്ക ചെറുതല്ല. ഈ കേസിലെ വിക്ടിമിനെ പോലെ തന്നെ ഈ കേരളത്തിലെ ഓരോ സ്ത്രീയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിന്റെ നാൾ വഴികളും. പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂട്ടർമാർ അതിജീവിതയ്ക്കൊപ്പം നിന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ നടപടികൾ നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന നിരാശയിൽ രാജിവെച്ച 2 സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സുരേഷൻ രാജിവെച്ചത്, മുൻ CBI പ്രോസിക്യൂട്ടർ അനിൽകുമാർ രാജിവെച്ചതൊക്കെ കേസ് നടത്തിപ്പിലുള്ള അതൃപ്തി കാരണമാണ്. അപ്പോൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ സർക്കാരിന്റെ ഇന്റൻഷൻ ഈ കേസിൽ ശരിക്കും എന്താണ്, ഈ അതിജീവിതയ്ക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളതാണോ എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തി. കുറേ വിക്ടിംസ് വന്നു. കുറേ അധികം പേര്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേര് ഇപ്പോഴും ഒന്നും പറയാതെ അടക്കി വെച്ച് സഫറിങ് എൻഡിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ അതിജീവിതകളോട് നിങ്ങൾ പുറത്തേക്ക് വരൂ, സംസാരിക്കൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോഴും അവരൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേസിലടക്കം എന്താണ്, ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ജോലി എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ്. ആ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൻ്റെ പ്രധാന ഘടകമാണ് സ്പീഡി ഡിസ്പോസൽ ഓഫ് കേസ് നടത്തുക എന്നുള്ളത്. നമ്മൾ പറയും ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. അപ്പോൾ ഇതിങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വീണ്ടും വീണ്ടും അതിജീവിതകളായിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിങ്ങനെ ഒരു മോഡലായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് റേപ്പ് കേസ് വിക്ടിംസ് ആയിട്ടുള്ളവർ പുറത്തു വന്ന് അവരൊരു ഫൈറ്റിന് തയ്യാറെടുക്കുന്നത്? 2 വർഷമല്ല, 3 വർഷമല്ല, 7 വർഷമല്ല, പല വീണ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല, ഈ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ സിസ്റ്റം, നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടിംസിനെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. നമ്മുടെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയൊക്കെ കേസിന്റെ ഒരു പെൻഡൻസി നിരക്കൊന്ന് നോക്കിയേ. 59,859 കേസ് 2019 സുപ്രീം കോടതിയിൽ പെൻഡിങ് ആയിരുന്നുവെങ്കിൽ അത് പിന്നീട് 80,765 ഉയരുകയാണ് 2023 അവസാനമാകുമ്പോൾ. ഹൈക്കോടതി 23 ഹൈക്കോടതികളിലായിട്ട് 4,68,000 കേസ് 2019, 6,20,000 കേസായിട്ട് അത് വർദ്ധിക്കുകയാണ് 2023 ആവുമ്പോൾ. സബോർഡിനേറ്റ് കോടതികളിൽ 32 മില്യൺ കേസസ് ആണ് 2019 40 മില്യൺ ആയിട്ട് അത് വർദ്ധിക്കുകയാണ് 2023 ആകുമ്പോൾ. അപ്പോൾ പെൻഡൻസി ഓഫ് കേസസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇനോർഡിനേറ്റ് ആയിട്ട് ഡിലേ വരുത്താനായിട്ട് പലരും ശ്രമിക്കുമ്പോൾ അതിന് സർക്കാർ എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ തന്നെ പലപ്പോഴും ഇങ്ങനെ മിണ്ടാതെ അതിനൊപ്പം നിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ഈ നടിയുടെ, അതിജീവിതയുടെ ഈ കേസ് തന്നെ. ശരി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇപ്പോൾ വീണ പറഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മറുപടി നൽകണം. ഇപ്പോൾ ഈ ഫോറൻസിക് അനാലിസിസ് റിപ്പോർട്ട് തടഞ്ഞത് ജഡ്ജി ഹണി എം വർഗീസ് ആണ് എന്ന അതിജീവിത പരാതി നൽകിയിരുന്നു. ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. പക്ഷേ അതിന്മേൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ദിലീപിൻ്റെ അഭിഭാഷകന് ഭരണമുന്നണിയിലെ നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് കൂടി ആ ഹർജിയിൽ പറഞ്ഞിരുന്നു. മെമ്മറി കാർഡിലെ ഉള്ളടക്കം ഒന്നിലധികം കോടതികളിലേക്കും ഫോറൻസിക് ലാബുകളിലേക്കും പോയിട്ടുണ്ട്. അത് പ്രതിയുടെ സഹോദരനും കോടതിയിലെ ജീവനക്കാരനും കണ്ടു എന്നടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിജീവിത ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത്. പക്ഷേ അതിൽ സംസ്ഥാന പോലീസ് ഒരു FIR പോലും ഇട്ടിട്ടില്ല. അന്വേഷണ ഹർജിയിൽ ഹൈക്കോടതിയും നിലപാടെടുത്തില്ല. ഈ 2 യാഥാർത്ഥ്യങ്ങളും ഈ കാര്യത്തിലുണ്ട്. അതാണ് വീണ പറഞ്ഞതിനോട് ചേർത്ത് വെക്കാനുള്ളത്.
അല്ല, വീണ പറഞ്ഞ ഫാക്ട്സ്, ലീഗൽ ഫാക്ട്സ്, അതിനോടൊന്നും എനിക്ക് ഡിസ്പ്യൂട്ടില്ല. കാരണം നമ്മുടെ പെൻഡൻസി, ഈ ജസ്റ്റിസ് ഡിനൈഡ്, ജസ്റ്റിസ് ഡിലൈഡ്, സ്പീഡി ട്രയൽ, അതെല്ലാം ലിഖിതമായ, നമ്മുടെ രാജ്യത്തെ ലിഖിതമായ നിയമങ്ങളാണ്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്വം മറുപടി അർഹിക്കുന്നില്ല. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് രാഷ്ട്രീയമാണ്. കാരണം ഈ കേസിന്റെ നാൾവഴികൾ അറിയാവുന്ന നമുക്കെല്ലാവർക്കും അറിയാം. ഈ കേസ് ഉത്ഭവിച്ച കാലം മുതൽ ഈ കേരളത്തിലെ അധികാരത്തിലിരുന്ന ഗവൺമെന്റ് എടുത്ത സമീപനം എന്താണെന്ന് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കേസിൽ 3 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ വന്നു. ആ 3 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരും അതിജീവിതയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ ഗവൺമെന്റ് നിയമിച്ചവരാണ്. ആദ്യം സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി കോളിളക്കം സൃഷ്ടിച്ച കേസുകൾ കൈകാര്യം ചെയ്ത് തഴക്കവും പഴക്കവുമുള്ള അഡ്വക്കേറ്റ് സുരേഷൻ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പോയി. അദ്ദേഹം കോടതിയുമായി ഉണ്ടായ ചില അനിഷ്ടങ്ങളോ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സ്വയം ഒഴിഞ്ഞുപോയി. രണ്ടാമത് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നു. മൂന്നാമത് നമുക്കറിയാം, ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ സ്ഥിരമായി ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന തിരുവനന്തപുരത്തെ പ്രമുഖനായ അഭിഭാഷകൻ അജുകുമാർ, അദ്ദേഹം ഈ കേസിൽ ഈ അതിജീവിതയുടെ ആവശ്യപ്രകാരം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഗവൺമെന്റ് നിയമിക്കുകയും അദ്ദേഹം വന്നതിന് ശേഷം വളരെ വളരെ പ്രശംസാർഹമായ രീതിയിൽ ഈ കേസിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ മുമ്പോട്ട് പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 2 കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, എന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ, ഇത് ഈ പറയുന്ന ഈ നിയമത്തിന്റെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ഒരു ബേസിക് ഫാബ്രിക് ആണ്. ഈ ഒരു പ്രതി അയാൾ കുറ്റക്കാരന് തെളിയുന്നത് ഈസ് പ്രസ്യൂംഡ് ടു ബി ഇന്നസെന്റ് അണ്ടിൽ ദ കോൺട്രറി ഈസ് പ്രൂവ്ഡ് എന്നുള്ളതാണ് ഏറ്റവും ലിഖിതമായ നിയമം. അതനുസരിച്ച് 7.5 വർഷത്തോളം ഒരു വിചാരണ തടവുകാരൻ അവിടെ ഇങ്ങനെ വിചാരണ കഴിയാതെ കിടന്നു എന്നുള്ള ആ കാരണം കൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ആ ജാമ്യം നൽകിയതിനപ്പുറം ചില ചോദ്യങ്ങൾ ഈ കേസ് ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഈ കേസ് ബിക്കോസ് ഓഫ് ദ മൾട്ടിപ്പിൾ റീസൺസ് ഈ കേസിൽ ഡിലേ ഉണ്ടായി. ആ ഡിലേ ഉണ്ടാകാൻ കാരണം സ്മൃതിയോട് സൂചിപ്പിച്ചതുപോലെ പല പല പ്രശ്നങ്ങളുണ്ട്. അത് ആദ്യം മുതൽ തന്നെ ഈ കേസിലെ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയാണ് ആദ്യം ഹർജി നൽകിയത്. അതില് ശക്തമായ ചില വാദമുഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൌർഭാഗ്യവശാൽ അത് സുപ്രീം കോടതിയിൽ പോയിട്ടും ഈ കോടതി തന്നെ വിചാരണ നടത്തിയാൽ മതി എന്ന് ആണ് വിധി ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ വിചാരണ നടക്കുകയുണ്ടായി. പിന്നീടാണ് ഈ അവിടുന്ന് ഡിവൈസിലുണ്ടായ ഹാഷ് വാല്യൂ മാറിയതുമായ പ്രശ്നമുണ്ടായത്. ആ പ്രശ്നത്തിലും അത് പ്രോപ്പർ ടൈമില് കോടതികൾ അതിന്റെ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒരു പ്രതിയോടെന്ന പോലെ തന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നു എന്നതടക്കമാണ് അതിജീവിത പറഞ്ഞത്. പ്രതിയുടെ അഭിഭാഷകൻ ഒരാഴ്ച 7 ദിവസമാണ് വിസ്താരം നടത്തിയത്. ഇത് എങ്ങനെയാണ് അംഗീകരിക്കാനാവുക? മാത്രമല്ല, ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ 109 ദിവസം വിസ്താരം നടത്തുകയാണ് പ്രതിയുടെ അഭിഭാഷകൻ. 57 ഇടത്തായി ഈ വിചാരണക്കെത്തും മുൻപ് 57 പെറ്റീഷനുകൾ ഈ 8ാം പ്രതി കൊടുക്കുകയാണ്. കാര്യങ്ങൾ വൈകിക്കാനുള്ള ബോധപൂർവമായ തന്ത്രം അത് വിജയം കണ്ടു. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ച ഇതിനു മുമ്പും നമുക്കറിയാമല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്ലാറ്റ്ഫോമുകൾ അതിജീവിതയ്ക്ക് അനുകൂലമായി ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പലപ്പോഴും ഈ നടനെ അനുകൂലിക്കുന്നവർ പറയുന്ന ഒരു വാദം, ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തു, ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഈ പ്രധാന പ്രതികൾക്കെതിരെ തെളിവുണ്ട്, പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് സംഭവം അത് നേരിട്ട് ചെയ്തവരാണ്, അല്ലെങ്കിൽ നേരിട്ട് ഉൾപ്പെട്ടവരാണ്, അവർ ചെയ്തതായി അതിജീവിതം നേരിട്ട് കണ്ടിട്ടുണ്ട്, അതിജീവിതം മൊഴി നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അത് വേറെ കേസ് ഞങ്ങളുടെ. പക്ഷെ നമ്മൾ അന്നേ പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാദം, ഈ ഒരു കേസ് എന്തെങ്കിലും കേസിൽ ഏത് പ്രതിയുടെ പേരിലായാലും ശരി, ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതിയുടെ ആയാലും ശരി, ആ പ്രതിയുടെ വക്കീലിന്റെ ഭാഗത്ത് നിന്നായാലും ശരി, പ്രധാന കേസിനെ ഷേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ആ കുലുക്കം, ആ ഷേക്കിംഗ് അല്ലെങ്കിൽ ആ കുലുക്കം ഒരു സംശയവും വേണ്ട, അതിന്റെ ബെനിഫിറ്റ് എല്ലാ പ്രതികൾക്കും കിട്ടും. അതിന്റെ തെളിവാണ്, അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. കാരണം ഈ ഡിലേ, ഈ കേസിലുണ്ടായിരിക്കുന്ന ഡിലേ, ഈ കേസിലെ വിചാരണ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം, ഞാൻ ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്. ഞാൻ ഒരു കാരണവശാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസിന്റെ വിചാരണ നടത്തണം എന്ന് പറയുന്ന ആളെയല്ല, പറയാനും പാടില്ല.
കാരണം നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ക്രിമിനൽ കേസ്, ഒരു മർഡർ കേസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡെത്ത് പെനാൽറ്റി, ഡെത്ത് സെന്റൻസ്, ലൈഫ് ഇംപ്രിസ്മെന്റ് വരുന്ന ഒരു സീരിയസ് ക്രിമിനൽ ഒഫൻസിന്റെ ട്രയൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോസസ്സാണ്. അത് ഒരു ക്രിമിനൽ കേസിന്റെ ആത്മാവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ട്രയൽ പ്രൊസീഡിംഗ്സിനെ. തീർച്ചയായിട്ടും പ്രതിക്ക് അതിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേറൊരു അവസരം കിട്ടില്ല. കാരണം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പിന്നീട് കേസ് പോയാൽ പോലും ക്വസ്റ്റൻ ഓഫ് ലോ ആർഗ്യം അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തുള്ള ട്രയൽ ബേസ് ചെയ്തുള്ള ആർഗ്യുമെന്റ് അവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഭാഗത്തിനും വക്കീലിനും പ്രതിഭാഗം അഭിഭാഷകർക്കും ഈ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. യാതൊരു സംശയവുമില്ല. അവർക്ക് അവരുടെ റൈറ്റ് ആണത്. പലപ്പോഴും ഈ പറയുന്ന പോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയാലും ശരി, പ്രോസിക്യൂഷൻ സാധാരണ പ്രോസിക്യൂട്ടർമാരായാലും ശരി, അവരുടെ ക്വസ്റ്റ്യൻസ് ഒപ്പോസ് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ലാതെ അതിനെ നിയന്ത്രിക്കാൻ ഒന്നും കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ സുപ്രീം കോടതിക്ക് പോലും ടൈം ലിമിറ്റ് കൊടുത്തിട്ട് ഈ കേസ് തീർക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും ഞാൻ പറയുന്നു, അറ്റ് എനി വ്യൂ ഓഫ് ദി മാറ്റർ, നമ്മൾ ഈ കേസിന്റെ എന്ത് ബെനിഫിറ്റ് കൊടുത്താൽ പോലും ഈ അനിതര സാധാരണമായ ഡിലേ ഈ കേസിൽ ഉണ്ടായി എന്ന് ഞാനല്ല പറഞ്ഞത്, നമ്മളാരുമല്ല പറഞ്ഞത്, സുപ്രീം കോടതി തന്നെ എന്ന് ചൂണ്ടിക്കാണിയിരിക്കുന്നു. ഈ കേസിൽ അനിതര സാധാരണമായ ഡിലേ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടെടുത്ത വ്യക്തിയാണ്. ഇപ്പോൾ ഈ കേസിന്റെ പോക്കിനെ എങ്ങനെ കാണുന്നു? ഒരു ജാമ്യം ഒരാൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് വലിയ രൂപത്തിൽ ഒരു നിരാശപ്പെടുത്തേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ വിചാരണയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുന്നോട്ട് വെച്ച ആശങ്ക, അത് നമുക്കെല്ലാവർക്കുമുള്ള ആശങ്ക തന്നെയല്ലേ? ഇവിടെ ഈ കേസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതിജീവിതയ്ക്ക് നീതി കിട്ടുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ, ഇതൊരു വലിയ സംഭവമാണ്. ഈ കേസിന്റെ നാൾവഴികളിൽ ഒരു വലിയ സംഭവമാണ്. ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ. ഇത് സംഭവിക്കുമെന്ന് പേടിച്ചായിരുന്നു കുറെ കാലമായിട്ട് നമ്മളൊക്കെ നിന്നിരുന്നത്. കാരണം ഈ ഡിലേ ചെയ്യുന്നത് 7.5 വർഷം കഴിഞ്ഞു, ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്. പ്രൈം സസ്പെക്ടിന് 100ഓളം ദിവസങ്ങൾ, പ്രൈം ഇൻവെസ്റ്റിഗേറ്റർ 100ഓളം ദിവസങ്ങളൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോയേഴ്സ്, 8ാം പ്രതിയുടെ ലോയേഴ്സ് ശരിക്കും വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇത് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി 1ാം പ്രതിയെ പുറത്തു വിടും എന്ന്, അത് കഴിഞ്ഞിട്ട് മാത്രം ഈ കേസ് തീർന്നാൽ മതി എന്നുള്ള രീതിയിൽ ദേ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പേടിച്ചത്? എന്തിനെ പറ്റിയാണ് നമ്മുടെ കൺസേൺ? 8ാം പ്രതിക്ക് ബെയിൽ കിട്ടിയത് വലിയൊരു മാറ്റം ഈ കേസിനെ സംബന്ധിച്ചുണ്ടാക്കിയെടുത്തു. കാരണം ഇവരൊക്കെ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പണവും, ഇപ്പം ഈ ബെയിലിന്റെ കാര്യത്തിൽ തന്നെ എത്ര പണം ചെലവഴിച്ചിട്ടാണ് ഈ 1ാം പ്രതിക്ക് ബെയിൽ കിട്ടിയത്, അത് ആരാണ് ചെലവഴിച്ചത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് ഇപ്പോഴൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. സോ ഇത്രയും പ്രബലരായിട്ടുള്ള, പണക്കാരായിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഒരു കേസിൽ വരുമ്പോൾ എന്തൊക്കെ ആ കേസിൽ സംഭവിക്കാം, അതൊക്കെ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ സംഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. എത്രയോ വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, 10-20ലധികം വിറ്റ്നസിനെ പച്ചക്ക് കത്തിക്കുമെന്ന് പറഞ്ഞ കൊളീഗ്സ് കോടതിയിൽ എത്തുമ്പം കാര്യങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രൈം എവിഡൻസ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ്, ഈ കുറ്റകൃത്യം ചെയ്തതിന്റെ വീഡിയോ, ആ വീഡിയോ ഇല്ലീഗലി ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ലീക്ഡ്. തീർച്ചയായിട്ടും അത് വേറൊരാൾ കാണുക അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് അത് കാണുക എന്ന് പറഞ്ഞാൽ അത് ആക്സസ് ചെയ്തിട്ടുണ്ട്, പൊട്ടൻഷ്യലി ടാമ്പേർഡ്. വി ഡോണ്ട് നോ. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് എന്താണ് അവരതിനെ വെച്ച് ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഫിസിക്കൽ ത്രെറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, അത് കേൾവിയില്ലാത്ത കാര്യമാണ്. പോലീസിനെതിരെ പോലും അങ്ങനെ സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് ഓർമ്മയുണ്ടാവും. ജുഡീഷ്യറി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവുക. 7.5 വർഷം ഒരു ജഡ്ജ് ഈ കേസ് മാത്രം നോക്കിക്കൊണ്ട് പ്രൊമോഷനും ട്രാൻസ്ഫറും ഒന്നും ഇല്ലാതെ ജഡ്ജിനെ ഇതിൽ വെക്കാൻ പറ്റുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പ്രൈം വിറ്റ്നസ് ഇതിൽ വന്ന ബാലചന്ദ്രകുമാറിന് എതിരായിട്ട് റേപ്പ് കേസ്, വളരെ ബോഗസ് ആയിട്ടുള്ള റേപ്പ് കേസ്, പോലീസിന് കൃത്യമായിട്ടും പൊളിക്കാൻ പറ്റിയ ഒരു റേപ്പ് കേസ് അദ്ദേഹത്തിനെതിരായിട്ട് വന്നിട്ടുണ്ട്. അത് ആരാണ് അതിന്റെ പിറകിൽ? ഡിനൈങ് ടു, കോടതി ചോദിക്കുമ്പോൾ ഫോൺ തരില്ല എന്ന് പറയാനുള്ള ഒരു ധാർഷ്ട്യം, വക്കീലന്മാരെ ഉപയോഗിച്ച് തന്നെ ഫോണിലുള്ള എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഇത്. അങ്ങനെ 7.5 വർഷം, 100 ദിവസം ബാലചന്ദ്രകുമാറിന്, 100 ദിവസം ബൈജു പലോസിനെയും കൂടെ വിചാരണ ചെയ്ത് നമ്മൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയപ്പോൾ കൃത്യമായിട്ട് കാത്ത് സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം ഇങ്ങനെ
താഴെ വീഴുന്ന പോലെയാണ് ഒന്നാം പ്രതി അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഫോൺ കൊടുത്തില്ല, കോടതി ചോദിച്ചപ്പോൾ ഫോൺ കൊടുത്തില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഫോൺ കൊടുത്തുകൂടെ എന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു കോടതി ആ ഘട്ടത്തിൽ. അങ്ങനെ ആ രീതിയിലാണ് കോടതി അവരെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മെനി ടൈംസ് ആൻഡ് ബിയോണ്ട് ദെയർ ഓൺ എസ്റ്റിമേറ്റ്. ഇപ്പൊ എത്ര ദിവസം എടുക്കും സുപ്രീം കോടതി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്ര ദിവസം കൂടെ വേണമെന്ന്. ആ പറഞ്ഞ എസ്റ്റിമേറ്റ് ഒക്കെ കടന്നിട്ട് എത്രയോ കാലമായി. അവര് ഈ ഒന്നാം പ്രതിയെ കയ്യിൽ കിട്ടുന്നത് വരെ ഈ കേസ് അവസാനിപ്പിക്കില്ലെന്ന് പറഞ്ഞ് നിന്നതായിരുന്നു. പുറത്തു വന്നതുകൊണ്ട്, ഒന്നാം പ്രതി പുറത്തു വന്നതുകൊണ്ട് AMMA, ഫെഫ്ക, ഇൻഡസ്ട്രിയിലുള്ള എല്ലാ അസോസിയേഷനും അതിജീവിതയുടെ കൂടെ അല്ല, സോ ഈ പ്രതിയുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി എന്താ സംഭവിക്കാൻ പോണത്? ഇയാൾക്ക് ഈ ഒന്നാം പ്രതി അപകടത്തിൽപ്പെടുത്താം, അല്ലെങ്കിൽ അയാളുടെ മൊഴി മാറ്റാം, അല്ലെങ്കിൽ ഈ പറയുന്ന എവിഡൻസിനെ ടാമ്പർ ചെയ്ത് ഡിസ്ക്രെഡിറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോ കാണാൻ പോകുന്ന പൂരമാണ്. ഇതൊക്കെ വലിയൊരു സങ്കടമുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇതുപോലെയുള്ള പലതവണ ഇതുപോലെയുള്ള കാര്യങ്ങൾ മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറണം. കാരണം അതും കൂടെ ഉപയോഗിച്ചിട്ട് കൂടുതൽ തെളിവുകൾ അവർക്ക് ശേഖരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ആക്ച്വലി മാറ്റേഴ്സ്. ഇവിടുത്തെ പോലീസിനോടും കോടതിയോടും ഇവിടുത്തെ ഗവൺമെന്റിനോടും ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത് നീതി നടപ്പാക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായ പോലെ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും ആബാലവൃദ്ധം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല എന്നുള്ള മെസ്സേജാണ് ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്നതെങ്കിൽ അത് ഈ പറഞ്ഞ എല്ലാ എൻറ്റിറ്റിക്കെതിരെയുള്ള ജനരോഷമായിട്ട് മാറും എന്നുള്ളത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇത് നേരത്തെ വീണ നായർ പറഞ്ഞ ഒരു കാര്യമാണ്. ഈ നടപടികൾ ലൈംഗിക ആക്രമണത്തിന് ഇരയാകുന്ന അതിജീവിതർക്ക് കോടതിയിൽ നിന്ന്, നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും കൃത്യമായ നീതി വേഗത്തിൽ കിട്ടുകയില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഈ കേസ് എന്നുള്ളതാണ്. പല കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏറെ ചർച്ച ചെയ്ത കേസാണല്ലോ. ഇത് കൊട്ടേഷൻ നൽകി ബലാത്സംഗം എന്നുള്ള രാജ്യത്ത് തന്നെ നടാടെ കേട്ട ഒരു കേസാണ്. ആ നിലയ്ക്കാണത് ശ്രദ്ധ നേടിയതും നമ്മൾ ചർച്ച ചെയ്തതും. ഒരുപാട് തെളിവുകൾ മുന്നോട്ട് വന്നു, ഒരുപാട് വെളിപ്പെടുത്തൽ നമ്മുടെ മുന്നിൽ വന്നു. ഈ ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം, അവരുടെ കൂടിക്കാഴ്ച നടന്ന 5 സ്ഥലങ്ങളിൽ കൂടിക്കാഴ്ച നടന്നതിൻ്റെ രേഖകളുണ്ട്, സാക്ഷികളുണ്ട്, മാച്ചിങ് ടവർ ലൊക്കേഷനുകളുണ്ട്. ഈ ജയിലിനകത്തു നിന്നും പൾസ സുനി ഈ എട്ടാം പ്രതിക്ക് ഭീഷണി കത്തയച്ചതിൻ്റെ സാക്ഷിയുണ്ട്. ആ കത്തിലെ വിവരങ്ങളാണ് ആദ്യം ഒരു നിർണായക വിവരമായി പുറത്തു വന്നത്. അതിനുശേഷം ഈ കേസിനെ ദുർബലപ്പെടുന്നു എന്നുള്ള ഘട്ടത്തിലാണ് ബാലചന്ദ്രകുമാർ വലിയ വെളിപ്പെടുത്തൽ നടത്തിയത്. താൻ ആ വീഡിയോ, ആ നഗ്ന ദൃശ്യങ്ങളുടെ വീഡിയോ അവിടെയുണ്ട്, ദിലീപിൻ്റെ പക്കലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ആ വെളിപ്പെടുത്തൽ നടത്തിയ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം ആയി മാറിയ ആ ബാലചന്ദ്രകുമാറിൻ്റെ നിലപാട്, അതിനുശേഷം ബാലചന്ദ്രകുമാർ ഏത് രൂപത്തിലാണ് അനുഭവിച്ചത്, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി, ഇതൊക്കെ കേരളം മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നീതി ലഭിക്കാൻ ഇനിയും കാത്തിരിക്കണമെന്നാണോ, അതോ നീതി ലഭിക്കില്ല എന്നാണോ അതിജീവിതം മനസ്സിലാക്കേണ്ടത്? താൻ സർവൈവറാണ്, ഇരയല്ല എന്ന് പറഞ്ഞ് അതിശക്തമായി പ്രതികരിച്ച അതിജീവിതയാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? നീതി അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ഓരോ കേസിലും ആ കേസിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ആണോ അവർക്കെല്ലാം എപ്പോഴും ശിക്ഷ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിജീവിതയുടെ ആ മുന്നോട്ടുള്ള വരവ് അത് ഈ ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചതാണ്. കാരണം അവര് സധൈര്യം മുന്നിൽ വരികയും പേരും സ്വന്തം മുഖവും വെളിപ്പെടുത്തിക്കൊണ്ട് ഈ നാഷണൽ മീഡിയയിൽ ഉൾപ്പെടെ വന്ന് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ ഇത് വളരെ ജനശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ജനങ്ങൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കോടതിയിലും വളരെ വിജിലന്റ് ആയിട്ട് പലരും ഇതിന് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ ഘട്ടത്തിലും ആരെങ്കിലും ഒക്കെ അതിജീവിതയ്ക്ക് സപ്പോർട്ടായിട്ടും വരുന്ന ഒരു ഇത് കണ്ടു. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതും അതിനുശേഷം ആ റിപ്പോർട്ട് വന്നതും ഇതുപോലുള്ള സംഭവങ്ങൾ നിരന്തരം നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് വന്നതും അതിനുശേഷം അത് പൊതുജന മധ്യത്തിലേക്ക് ചർച്ചയായതും ഹൈക്കോടതി അതിൽ ഇടപെട്ടതും എല്ലാം ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തില് ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് ഈ
ഇരയായി മാറിയിട്ട് കൂടി അതിജീവിത സധൈര്യം മുന്നോട്ട് വന്നതിന്റെ ഒരു ഫലമാണ്, അതിന്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് ആയിട്ട് വേണം നമുക്കിതിനെ കാണാൻ. പക്ഷെ ഈ ഒരു കേസിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് നമുക്ക് സാധാരണ ഒരു അസംഷനാണ്. സ്മൃതി ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും തെളിവുകൾ എല്ലാം ട്രയൽ കോടതിയിൽ പരിശോധിച്ച് അതിന്റെ സാധാരണ ഒരു കേസിൽ ഏതൊരു പ്രതിക്കും കിട്ടുന്ന എല്ലാ നിയമത്തിന്റെ ആനുകൂല്യങ്ങളും കിട്ടിയതിന് ശേഷം അതിലെ സംശയത്തിന്റെ നിഴല് പോലും ഇല്ല എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരാളെങ്കിലും ശിക്ഷിക്കാൻ കഴിയൂ. പിന്നെ ഈ അമേരിക്കൻ സുപ്രീം കോടതിയിലെ മിറാണ്ട റൂൾ എന്ന് പറയും, അതായത് നമുക്കെതിരെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എവിഡൻസ് പോലീസ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലോ ഒന്നും പറയാനുള്ള ബാധ്യത ഒരു പ്രതിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം പോലും ഉയർത്തി കാട്ടിക്കൊണ്ടാണ് നന്ദിനി സത്പതി കേസിൽ 1978 സുപ്രീം കോടതി ജസ്റ്റിസ് കൃഷ്ണയ്യര്, ഒരു പഴയ മുഖ്യമന്ത്രിയാണ്, ഒഡീഷ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന നന്ദിനി സത്പതിയുടെ കേസിൽ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ വീണ്ടും സുപ്രീം കോടതി ബെയിൽ കൊടുത്തപ്പോൾ റൈറ്റ് അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ, സ്വയം കുറ്റക്കാരനായി പോകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ആർക്കും ബാധ്യതയില്ല. കൃഷ്ണയ്യർ പറഞ്ഞ് നമുക്ക് സത്യം തെളിയിക്കണം, പക്ഷെ എങ്ങനെയാണ്? ടോർച്ചർ കൊണ്ടല്ല തെളിയിക്കേണ്ടത്, ട്രൂത്ത് ത്രൂ പ്രൂഫ് എന്നാണ്. പ്രൂഫ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുക, ആ എവിഡൻസ് കോടതിയിൽ പ്രൂവ് ചെയ്യുക. അല്ലാതെ ഒരാളെ കുറെ നാൾ ജയിലിൽ വെച്ചതുകൊണ്ടോ ബെയിൽ കൊടുക്കാതെ തടഞ്ഞു വെച്ചുകൊണ്ടോ ഒന്നുമല്ല ഒരു സത്യം തെളിയിക്കേണ്ടത്. സത്യം തെളിയിക്കാനുള്ള ബാധ്യത വളരെ വലുതാണ്. അത് പ്രോസിക്യൂഷനുള്ള ബാധ്യതയാണ്, ഒരു പ്രതിക്ക് അതിനുള്ള ബാധ്യതയില്ല. പ്രതികൾക്കുള്ള അവകാശങ്ങള് വെളിയിലിറങ്ങി നടക്കാനാണ്. നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ ഒരു പ്രതിയെ ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള സമൂഹമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ചാൾസ് ശോഭരാജിനും സുനിൽ ബത്രയ്ക്കും ഒക്കെ പൗരാവകാശം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സുപ്രീം കോടതി. ഈ പ്രതി വെളിയിലിറങ്ങട്ടെ, വെളിയിലിറങ്ങിയിട്ട് നമുക്ക് എന്താണ് ചെയ്യുന്നത്? ഈ കോടതികൾക്ക് നിയമത്തിന് അതിൻ്റെതായുള്ള അതിന് ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രയലിൽ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വിറ്റ്നസ്സുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ, തെളിവുണ്ടെങ്കിൽ കോടതിക്ക് ജാമ്യം റദ്ദാക്കാനും കഴിയും. അതല്ല ജാമ്യത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഒരു കേസ് തീർന്നു പോയെന്ന് അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഈ കുറച്ചു നാൾ ഒരാളെ ജയിലിൽ വെച്ചതുകൊണ്ട് അത് ശിക്ഷ കിട്ടിയതിന് തുല്യമാകത്തില്ല. ഇപ്പോൾ ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞു. ഗൂഢാലോചന തെളിയിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ മുന്നിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ബാബറി മസ്ജിദ് തകർത്ത കേസില് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതി അത് ട്രയൽ കോടതിയിലേക്ക് വിചാരണയ്ക്ക് വിട്ടിട്ട് അവിടെ ട്രയൽ കോടതി പറഞ്ഞതിൽ ആരും കുറ്റക്കാരില്ലെന്നാണ് പറഞ്ഞത്. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഒരു വളരെ വലിയൊരു ബിൽഡിംഗ് തകർക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. എന്നിട്ട് പറഞ്ഞ് ഇതിനകത്ത് ആരും കുറ്റം ചെയ്തിട്ടില്ല. കോൺസ്പിറസി പോട്ടെ, കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു അലിഗേഷനാണ് അത് നിയമത്തിൻ്റെതായിട്ടുള്ള ചില ബാധ്യതകളാണ്. ഇത് ഏതൊരു കേസിലും ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുള്ള പാളിച്ചകൾ മാറ്റാൻ ഒരു അവസരമായിട്ട് എടുത്തുകൊണ്ട് ഈ ഒരു കേസിൽ ഇപ്പോഴെന്താണോ നിയമം അതനുസരിച്ചുള്ള എല്ലാ പ്രൊട്ടക്ഷനും അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്നുകൊണ്ടുള്ള വിചാരണ ഇപ്പം നടക്കൂ. ഇതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ ഇത് അടയ്ക്കേണ്ടത് എവിടെയാണ്? ഇപ്പോഴുള്ള സയന്റിഫിക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ആ ഇൻവെസ്റ്റിഗേഷന്റെ മെത്തേഡ് മാറ്റുക, എവിഡൻസ് കളക്ട് ചെയ്യുന്ന രീതി മാറ്റുക, കോടതിയിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ എക്സ്പെഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുക. അതിന്റെ അർത്ഥം ഈ ആർക്കെങ്കിലും ഉള്ള അവകാശങ്ങളെ ധരിച്ചുകൊണ്ടല്ല, ഈ ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള അവകാശവും ഒരു കാര്യം നമുക്കെതിരെ ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ ശരിയാണോ എന്ന് അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാനുള്ള ഒരു അവകാശവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ അവകാശമാണ്. ആ അവകാശം വെച്ചുകൊണ്ട് തന്നെ കോടതികളെ മോഡേണൈസ് ചെയ്ത് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ചുവടുപടിയായി മാറുകയാണെങ്കിൽ ഈ അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാം. കേസിൽ ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് ഇപ്പോഴത്തെ പ്രിസംഷൻ ഇന്നസെന്റ് ആണെന്നുള്ളതാണ് എല്ലാവരും. ട്രയൽ കോടതി ആരെങ്കിലും വെറുതെ വിടുകയാണെങ്കിൽ ആ പ്രിസംഷൻ ഒന്നുകൂടി അത് സാധൂകരിക്കുന്ന പോലെയാകും. പക്ഷെ ട്രയൽ കോടതി ഈ ഇത്രയും ബുദ്ധിമുട്ടി ഏതെങ്കിലും രീതിയിൽ തെളിവുകൾ പരിശോധിച്ച് ഈ അവകാശങ്ങളെല്ലാം ഇൻഷുർ ചെയ്തുകൊണ്ട് ആരെങ്കിലും ശിക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ വിജയം. ശരി, താൻ ചർച്ചയിലേക്ക്. പൾസർ സുനിക്കൊപ്പം ജയിലിലുണ്ടായിരുന്ന സാക്ഷി ജിൻസൺ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ജിൻസൺ, ഇപ്പോൾ 7 വർഷത്തിനു ശേഷം പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പൾസർ സുനിയുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയുടെ നഗ്ന ദൃശ്യങ്ങളടങ്ങിയ ഫോണുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വെളിപ്പെടുത്തൽ, ഒരു തുറന്നു പറച്ചിൽ പൾസർ സുനിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അതിജീവിതയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ജിൻസൺ, എന്താണ് ഈ കേസിൽ തോന്നുന്നത്? ഇത് പൾസർ സുനി ജാമ്യം ഇറങ്ങി എന്ന് പറഞ്ഞത് ഇത് കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി മറ്റു പല ആളുകളും അതിന് ശ്രമിക്കും. ഇതിലെ 8ാം പ്രതി, ഞാൻ
ഡയറക്റ്റ് പറയട്ടെ, ഇതിൽ 8ാം പ്രതി ആയിട്ടുള്ള ആളുടെ ഉദ്ദേശം എന്തായിരുന്നോ ആ ഉദ്ദേശം ഇനിയാണ് നടക്കാൻ പോകുന്നത്. എന്തായിരിക്കാം? ഇതൊരു അതായത് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഇവരെ സമൂഹത്തില് മോശക്കാരിയാക്കുക എന്നതായിരുന്നല്ലോ അവരുടെ ഉദ്ദേശം. ആ ഉദ്ദേശം പൾസർ സുനിയുടെ ജാമ്യത്തിലൂടെ ഇനി അവരൊരുപക്ഷെ നടപ്പിലാക്കിയേക്കും. അതിനു വേണ്ട ജാഗ്രത പോലീസ് കാണിക്കണം. അതായത് ഈ ഫോണിലുള്ള വിവരങ്ങൾ അടക്കം പുറത്തേക്ക് വിടുമെന്നോ? ഈ ഫോണിലുള്ള വിവരങ്ങള് ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന വിവരങ്ങൾ പോലും ജഡ്ജസ്മാര് കണ്ടു, കോടതി ജീവനക്കാർ കണ്ടു, അങ്ങനെ പലരും കണ്ടു എന്ന വാർത്ത നിലവില് ഇവിടെ അന്തരീക്ഷത്തിൽ പറന്ന് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് പൾസർ സുനിക്ക് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൾസർ സുനിയുടെ കയ്യിൽ നിന്നാണ് ഇനി അത് ലീക്ക് ആവുക എന്നൊക്കെ ഒരു ധാരണ പൊതുവെ വരാൻ പാകത്തിന് ഇനി അദ്ദേഹത്തെ വീണ്ടും അകത്തേക്ക് വിടാനുള്ള സംവിധാനങ്ങൾ ഇതിന് ഇടയിൽ ഗൂഢാലോചന നടത്തുന്ന ആളുകൾ ചെയ്യും എന്നൊരു ധാരണ എനിക്കുണ്ട്. അത് വേണ്ട രീതിയിൽ പരിഗണിക്കാൻ കേരള പോലീസിനും അതുപോലെ സർക്കാരും ജാഗ്രത കാണിച്ചില്ലെങ്കിൽ വലിയ ആപയ്ക്ക് പോകും. ആ അതിജീവിതയ്ക്ക് വേണ്ട പരിരക്ഷ ഈ കേരള സർക്കാർ കൊടുക്കണം. ഈ പൾസറിന്റെ ഫോൺ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണല്ലോ ജിൻസൺ. അതിൽ കൃത്യമായൊരു മറുപടി പൾസർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമുണ്ട് പോലീസിന്. അത് ഏത് പോലീസാണ് കൊണ്ടുപോകുക? അജ്ഞനായിട്ടുള്ള പോലീസാണോ അതോ ചില സാമർത്ഥ്യം കാണിക്കുന്ന, അതായത് ഒരുപാട് സ്വാധീനങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള ആളുകളുടെ കുറച്ച് പോലീസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതായത് കേരള പോലീസിൽ 2 വിഭാഗം ഉണ്ടാവുമല്ലോ. കുറച്ച് പണം വാങ്ങുന്ന പണത്തിന്റെ കീഴിൽ നിൽക്കുന്ന കുറച്ച് സംവിധാനങ്ങളും, അതായത് അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പൊ അതിലൊക്കെ പെട്ട് പൾസർ സുനിയെ പൊക്കിക്കൊണ്ട് പോവാതിരിക്കാൻ പൾസർ സുനിയുടെ കുടുംബക്കാരും പോലുള്ള പൾസർ സുനിയോടൊപ്പം നിൽക്കുന്ന ആളുകളും നോക്കേണ്ടതാണ്. ജെനുവിനായി നിൽക്കുന്ന ബൈജു പൗലോസിനെ പോലുള്ള അതുപോലെ അവരുടെ അസിസ്റ്റന്റ് ചെയ്യുന്ന ആളുകളൊന്നും അത്തരം കാര്യങ്ങൾക്ക് നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ അവരുമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയുന്ന മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പല പ്രാവശ്യം പോയപ്പോൾ അവരിൽ നിന്നും കിട്ടിയ അനുഭവങ്ങൾ വളരെ ജെനുവിനായ രീതിയിലാണ്. പക്ഷേ ഇതില് ഉൾസ കളിക്കുന്ന കുറെ ആളുകളുണ്ടാവും. അവരൊക്കെ ഏതൊക്കെ രീതിയിൽ പൾസർ സുനിനെ ഇനി വിനിയോഗിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അതായത് ഇനി പുറത്തു വരുന്ന കാര്യങ്ങൾ മുഴുവൻ പൾസർ സുനിയുടെ തലക്കിട്ട് പൾസറാണ് ചെയ്തത് എന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇനി പൾസർ സുനി ഇതുവരെ ജയിലിനകത്തായിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട മുൻപ് നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും എന്തു വന്നാലും ഇപ്പൊ ബാലേന്ദ്രകുമാർ പറഞ്ഞ കുറെ വെളിപ്പെടുത്തലുകളും മറ്റു കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആരിലേക്കാണ് ചെന്നെത്തുന്നതെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യം ഉള്ളിടത്തോളം കാലം അതൊന്നും പുറത്തേക്ക് വിടില്ല. ഇനി പൾസർ സുനി പുറത്തു വന്നാൽ തീർച്ചയായിട്ടും സുനിയിൽ നിന്നായിരിക്കും മറ്റു കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ലീക്ക് ആവുക എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിന് വരും. അത് തീർച്ചയായിട്ടും വരും. ജിൻസൺ, ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷകർ പറയുന്നത് ഈ പൾസർ സുനിയുടെ ജീവന് പോലും ഭീഷണിയുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അവർ നടത്തി. കൊല്ലം ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ്. പൾസർ സുനിയുടെ ജീവനാണോ ആപത്തുണ്ടാവുക അതോ മറ്റു പലരുടെയും ജീവനാണോ ആപത്തുണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. 7.5 കൊല്ലം ജയിലിൽ കിടന്ന ആള്, ഞാൻ ഏകദേശം 1 വർഷത്തോളം ജയിലിൽ കിടന്നപ്പോൾ എനിക്കുണ്ടായ ബന്ധങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ 7.5 കൊല്ലം സുനിലിനെ സംബന്ധിച്ച് സുനി എല്ലാവരോടും നല്ല സൗഹൃദം പുലർത്തി പോകുന്ന ഒരു വ്യക്തിയാണ്. 7.5 കൊല്ലം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തിക്കുള്ള ബന്ധങ്ങൾ എന്താവും ഏതാവും എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ഒരു അനുമാനത്തിൽ, അതിനകത്ത് മറ്റു ഭാഷ്യങ്ങളൊന്നും കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എങ്ങനെയാവുന്നുള്ളത്. ഇനി ആരുടെയൊക്കെ ജീവന് ഭീഷണിയാവുന്നുള്ളത് കാത്തിരുന്ന് കണ്ടാൽ മതി. അത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണല്ലോ ജിൻസൺ പറഞ്ഞു വെക്കുന്നത്. ജയിലിന്റെ ഉള്ളിൽ കിടന്ന, ജയിലിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഇത്തരം പറഞ്ഞതാ. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും തുറന്നു പറഞ്ഞോളൊന്നുമില്ല. ഞാൻ തുറന്നു പറയും. കാരണം എനിക്ക് ഒരേ ഒരു നിലപാടുള്ളൂ, അന്നും ഇന്നും എന്നും. ജിൻസൺ എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഭീഷണിയല്ല, ഭീഷണി എന്ന് പറഞ്ഞാൽ സൗഹൃദ നിലയ്ക്കുള്ള ഭീഷണിയും പിന്നെ അതുപോലെ സാമ്പത്തിക സഹായങ്ങളും അതുപോലെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും വീണിട്ടില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അല്ല, ഈ വിചാരണ വൈകിക്കുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതി കൂടി ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. വിചാരണ വൈകിച്ചത് ഈ 8ാം പ്രതിയാണ്. 8ാം പ്രതിയുടെ അഭിഭാഷകനാണ് ഈ താങ്കൾ പറഞ്ഞ നല്ല ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 109 ദിവസം വിസ്തരിച്ചത്. അങ്ങനെ ഈ കാര്യങ്ങൾ നീട്ടുകയായിരുന്നു. അപ്പോൾ 8ാം പ്രതിക്ക് അതിനൊക്കെയുള്ള ശക്തിയുണ്ട്. ജിൻസൺ,
ജിൻസൺ വളരെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പൾസർ പുറത്തിറങ്ങുമ്പോൾ പല രൂപത്തിലുള്ള ആശങ്കകളുണ്ട് എന്ന് ജിൻസൺ പറയുന്നു. പൾസർ സുനിക്കൊപ്പം ജയിലിൽ 1 വർഷം ഉണ്ടായിരുന്നതാണ് ജിൻസൺ. അതിനുശേഷമുള്ള കാര്യമാണ് ഇപ്പോൾ ജിൻസൺ പറഞ്ഞത്. രാഹുൽ ഈശ്വർ, ഇന്നിപ്പോൾ സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു. ആ ജാമ്യം നൽകേണ്ടത് തന്നെയാണ്. 7 വർഷത്തിന് ശേഷം ജാമ്യം നൽകില്ല എന്നൊരു നിലപാട് സുപ്രീം കോടതിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ വിചാരണയുമായി ബന്ധപ്പെട്ടും കോടതി ചില ആശങ്കകൾ പറയുന്നു. എന്തുകൊണ്ട് വിചാരണ അവസാനിക്കുന്നില്ല? അന്തിമവാദത്തിന് എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നതടക്കം കോടതി ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളിൽ അസ്വാഭാവികത തോന്നുന്നുണ്ടോ അതോ തോന്നുന്നില്ലേ രാഹുലിന്? ജിൻസന് കൊടുത്ത സമയത്തിന്റെ പകുതി സമയം എനിക്ക് തന്നാൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, 2762 ദിവസം പൾസർ സുനി ജയിലിൽ കിടന്നു. അതിൽ 75 ദിവസമാണ് ബൈജു പൗലോസിന്റെ ഈ വിസ്താരം നടന്നത്. ഈ 75 ദിവസം കാരണമാണോ 2700 ദിവസം നമ്മുടെ പൾസർ സുനി ജയിലിൽ കിടന്നത്? അല്ലല്ലോ. അപ്പൊ പൾസർ സുനി ജയിലിൽ കിടന്നതിന്റെ വിഷയത്തിൽ എങ്ങനെങ്കിലും ദിലീപിനെ വലിച്ചിട്ട് ദിലീപ് മോശക്കാരനാണെന്നും ഇതിന്റെ എല്ലാം പിന്നിൽ ദിലീപാണെന്നും ചിത്രീകരിക്കാൻ ചില ദിലീപ് വിരോധികൾ ശ്രമിക്കുന്നുണ്ട്. അതിന് എന്ത് അർത്ഥമാണുള്ളത്? ഇനി 2, കേസ് താമസിച്ചതിന്റെ റീസൺസ് ഞാൻ പറയാം. 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഒരു മിനിറ്റ് രാഹുൽ, ഈ പൾസർ സുനിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടല്ല ആ വാദം അതുമായി ബന്ധപ്പെട്ട് ചേർക്കരുത്. വിചാരണ നീണ്ടതും പൾസർ സുനിയുടെ ജാമ്യം വൈകിയതുമായി ബന്ധമില്ല. അതെങ്ങനെ അങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ദിലീപ് 75 ദിവസം ഇത് വിസ്തരിച്ചതും, അല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ അഭിഭാഷകർ 75 ദിവസം ബൈജു പലോസിനെ വിസ്തരിച്ചതും പൾസർ സുനിയുടെ ജാമ്യം തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അല്ലല്ല, ഈ കേസിൽ ജാമ്യം നൽകിക്കൊണ്ട് കേസിന്റെ ഭാവിയെക്കുറിച്ച് കോടതിക്ക് ആശങ്കപ്പെടാം. സുപ്രീം കോടതി പറഞ്ഞ കാര്യത്തിൽ സുപ്രീം കോടതിയോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി കേസ് എന്തുകൊണ്ടാണ് നീണ്ടുപോയത്? ഇനി കേസ് നീണ്ടുപോകുന്നതിന് കാരണങ്ങളുണ്ടല്ലോ. കേസ് നീളരുതെന്നും ഇത് ഗണപതി കല്യാണം പോലെ ആയതെന്നും പലപ്പോഴും ദിലീപ് അനുകൂലിയായ ഞാൻ കേസിനെ നീട്ടിക്കൊണ്ടുപോകാൻ ദിലീപ് വിരോധികളുമാണ് ശ്രമിച്ചത്. 2-3 പെട്ടെന്നുള്ള തെളിവ് തരാം. 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസ് സ്മൃതിക്ക് ഓർമ്മ കാണും. ആ കേസ് എന്തായി? ഇപ്പൊ ആരെങ്കിലും ആ കേസ് അന്വേഷിക്കുന്നുണ്ടോ? ഇതിനെക്കാട്ടി ഗൗരവമുള്ള കേസാണല്ലോ. അതായത് ബലാത്സംഗ കൊട്ടേഷനെക്കാട്ടി ഗൗരവമുള്ള കേസാണല്ലോ 4 കേരള പോലീസിലെ വർക്കിംഗ് പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ്. ആ കേസ് എന്തായി? അപ്പോ പോലീസുകാരെ കൊല്ലാൻ കേസ് എന്റെ സ്മൃതി പറഞ്ഞോട്ടെ. എന്തായി ആ കേസ്? ആ കേസിൽ എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ? ആ കേസിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ പിന്നീട് കേട്ടോ? പച്ച കള്ള കേസല്ലേ? അതായത് ഇത്രയും ഉളുപ്പില്ലാതെ കേരള പോലീസിലെ ചില ആൾക്കാർ ചെയ്തല്ലേ. കേരള പോലീസ് ഉഗ്രൻ ഫോഴ്സാണ്. പക്ഷേ കേരള പോലീസിലെ ചില പുഴുക്കുത്തുകൾ എങ്ങനെയെങ്കിലും ദിലീപിനെ വീണ്ടും ഈ കേസിൽ പെടുത്താനും കൂടുതൽ തെളിവ് ശേഖരിക്കാനും മറ്റൊരു ക്യാമോഫ്ലാഷ് കൊണ്ടുപോകുന്നു. നികേഷ് സാറിന്റെ വാക്കുകളാണ്. അതായത് ബേസിക്കലി 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് കള്ളക്കേസ് എടുക്കാൻ മടിയില്ലാത്തവർക്കാണോ ഈ കേസിൽ ദിലീപിനെ പെടുത്താൻ മടി? ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് കള്ളക്കേസ് ഇട്ടവർക്കാണോ ഒരു ഗൂഢാലോചന കേസിൽ ദിലീപിനെ പെടുത്താൻ മടി? 2, 50 ലക്ഷം രൂപ വേങ്ങരയെ കൊണ്ടൊരു നേതാവിന് കൊടുത്തു. ഗോൾഡൻ, NIA, ദാവൂദ് ഇബ്രാഹിം, കാവ്യമാധവനാണ് മാഡം. കാവ്യമാധവന്റെ അമ്മയാണ് മാഡം. എന്തൊക്കെ ചർച്ചയായിരുന്നു. നുണകളുടെ പെരുമഴ ഓരോന്നായിട്ട് ഇല്ലാതായി. പക്ഷെ ഒരു കാര്യം സത്യമാണ്, പൾസർ സുനിക്ക് ജാമ്യം കിട്ടരുതായിരുന്നു. കേരള ഗവൺമെന്റ് ശക്തമായി വാദിക്കണമായിരുന്നു. ഇനിയും 2-3 പ്രോസസ്സേ ഉള്ളൂ. ഒന്ന് 313 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവസാനം വാദമുണ്ട്, ഇൻക്രിമിനേറ്റിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കും, പിന്നെ അവസാനത്തെ അല്ലെങ്കിൽ വിധി പ്രസ്താവം. 3 മുതൽ 4 മാസം വരെ, 100 മുതൽ 120 ദിവസം വരെ എടുക്കും ഈ കേസിന്റെ കൺക്ലൂഷൻ വരാൻ. കേരള ഗവൺമെന്റ് ശക്തമായി സുപ്രീം കോടതി പറയണമായിരുന്നു. 7 വർഷം കാത്തിരുന്നില്ലേ, ഇനി 3 മാസം കൂടെ കാത്തിരുന്നാൽ പോരെ, അപ്പം വിധി പ്രസ്താവം വരും എന്ന് കേരള ഗവൺമെന്റ് സുപ്രീം കോടതി ശക്തമായി പറയുമായിരുന്നു. എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് പറയാത്തത്? ഈ അവസ്ഥയിൽ എങ്ങനെങ്കിലും ദിലീപിനെ കരിവാരിത്തേക്കാൻ ഈ വിഷയം. ദിലീപ് ഈ കേസ് വൈകിച്ചിട്ടുണ്ട്. 57 പെറ്റീഷനുകൾ വിചാരണ നടക്കുന്നതിന് മുമ്പ് 57 പെറ്റീഷനുകൾ കൊടുത്തുകൊണ്ട് ഈ വിചാരണ നടപടികളിലേക്ക് പോകുന്നത് വൈകിച്ചിട്ടുണ്ട്. വിചാരണ നടപടി നീട്ടുന്നതിന് ദിലീപിന്റെ അഭിഭാഷകനും ശ്രമിച്ചിട്ടുണ്ട്. സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ കാര്യമാണ്. വിചാരണ നടപടികൾ വൈകിക്കുന്നതിൽ ദിലീപിന്റെ അഭിഭാഷകരാണ് പങ്ക്. എങ്ങനെയാണ് ബൈജു പൗലോസിനെ 109 ദിവസം വിസ്തരിക്കുക, അതിജീവിതയെ 7 ദിവസം വിസ്തരിക്കുക, മറ്റ് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ 13 ദിവസം വീതം വിസ്തരിക്കുക? ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല, കണക്ക് മാറ്റി പറയരുതല്ലോ. കോടതി വന്ന വാർത്ത 95 എന്നാണ്, അതല്ല 75 സത്യം. നമ്മൾ കണക്ക് മാറ്റി പറയരുതല്ലോ. 150 ദിവസം അല്ല, 95 ദിവസം വന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി. പക്ഷേ തെറ്റാണ്. യഥാർത്ഥത്തിൽ 75 ദിവസമേ വന്നുള്ളൂ. നമ്മൾ കണക്കിന്റെ കാര്യത്തിൽ മാറ്റി പറയരുത്. വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാം. അപ്പൊ ശ്രീ ദിലീപ് എങ്ങനെ താമസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെങ്കിലും ഈ അവസരത്തിൽ പൾസർ സുനിയുടെ ജാമ്യം എന്ന വൈകാരിക വിഷയം ഉപയോഗിച്ച് അതിൽ കൂടെ ദിലീപിനെ പെടുത്താനും ദിലീപിനെതിരെ ക്യാമ്പയിൻ ചെയ്യാനും ദിലീപ് വിരോധികൾ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശമാണ്. പക്ഷേ ഒരു കാര്യം, ദിലീപ് അനുകൂലി ഒരു കാര്യം പറയുമോ? ദിലീപ് അനുകൂലി
ഒരു കാര്യം പറയുമോ? അതിജീവിത കോടതിയെ സമീപിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. അതിജീവിത കോടതിയെ സമീപിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഈ ഫോറൻസിക് അനാലിസിസ് റിപ്പോർട്ട് തടഞ്ഞത് ജഡ്ജിയാണ് എന്നവർ പറഞ്ഞു. ഹൈക്കോടതിയിൽ അതിലൊരു ഹർജി നൽകി. അല്ലേ? ഈ പ്രതിയുടെ സഹോദരനും കോടതി ജീവനക്കാരനും കൂടി തന്റെ വീഡിയോ കണ്ടു എന്ന് പറയുന്നു. ഈ പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല. താങ്കൾ പറഞ്ഞ പുഴുക്കുത്തായ പോലീസുകാരായിരിക്കാം ഒരു പക്ഷേ എഫ്ഐആർ ഇടാഞ്ഞത്, അല്ലേ? പുഴുക്കുത്തായ പോലീസുകാർ ദിലീപിനെ കൊടുക്കാനായി വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു. അത് DGP ആയ ശ്രീലേഖ മാഡം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് പോലീസിലെ ചില പുഴുക്കുത്തുകൾ ദിലീപിന്റെ പുറകിൽ പൾസർ സുനി നിൽക്കുന്ന ഫോട്ടോഷോപ്പിൽ വരച്ചു ചേർക്കുകയും ദിലീപിന്റെ നീല ടീഷർട്ട് വില കുറഞ്ഞ പെയിന്റ് ബ്രഷ് വെച്ച് അടിച്ചു ചേർക്കുകയും ചെയ്തു. അതായത് ഫ്രീ വേർഷൻ പെയിന്റ് ബ്രഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസുകാരോട് ഈ പുഴുക്കുത്തുകളുടെ റിക്വസ്റ്റ് അടുത്ത തവണ പെയ്ഡ് വേർഷനായ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ കേരള പോലീസ് നാണക്കേടാണ്. അത്ര വ്യാജ തെളിവ് വരെ ഉണ്ടാക്കി. രണ്ട്, കേരള പോലീസ് അതിജീവിതനും കൂടെ അല്ലേ, മാധ്യമങ്ങൾ അതിജീവിതനും കൂടെ അല്ലേ, സിവിൽ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാർ അതിജീവിതനോട് അല്ലേ നിങ്ങൾ അതിശക്തമായി പോകണമായിരുന്നു. പകരം ജഡ്ജിയെ അധിക്ഷേപിച്ചു, DGP അധിക്ഷേപിച്ചു, എല്ലാരെയും അധിക്ഷേപിച്ചു. യഥാർത്ഥത്തിൽ ദിലീപിനെതിരെ കടുതോണിയോളം പോലും തെളിവില്ല. ദിലീപ് നിരപരാധിയാണ്. അതിജീവിതയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതായത് അതിജീവിതയെ തെറ്റിദ്ധരിപ്പിച്ച് ദിലീപിനെതിരെ ദിലീപ് വിരോധികൾ ക്യാമ്പയിൻ നടത്തുകയായിരുന്നു. അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം ദിലീപാണോ ഇതിന്റെ പുറകിൽ നിന്ന്? അതിജീവിതയെ പൾസർ സുനിയെ അതിജീവിത കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പൾസർ സുനി തെറ്റുകാരനാണ്, അയാളുടെ കൂട്ടാളികളും തെറ്റുകാരാണ്. പക്ഷേ 3 മാസത്തിന് ശേഷം ഫെബ്രുവരിയിൽ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ജൂലൈയിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ദിലീപിനെ വീണ്ടും ഇതിൽ പെടുത്തുകയാണ്. ദിലീപിനെതിരെ ക്യാമ്പയിൻ നടന്നതാണ്. ദിലീപിനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ്. ഈ മീഡിയ ക്യാമ്പയിൻ ഒരുപക്ഷെ അതിജീവിത പോലും പെട്ടുപോയിരിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസിന് വിധി വരണം. ഒരു 3-4 മാസം. എന്തൊരാവേശമാണ് രാഹുൽ ഈശ്വറിന്, ദിലീപ് പക്ഷക്കാരന് എന്തൊരാവേശമാണ്. താങ്കളുടെ ആവേശം ഈ കേസിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമായി കാണേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ദീപ, ക്ഷമിക്കണം, വീണ നായർ രാഹുലിന്റെ പ്രതികരണം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയം വരുമ്പോഴും അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്ത്രീ വിരുദ്ധനാണെന്നുള്ളതാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത്തരം നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും പ്രതികൾ അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ളവർക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളത് അദ്ദേഹം ഒരു വക്കീലിനേക്കാളും സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ഈ അതിജീവിത ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഇതിനു മുമ്പ് സംസാരിച്ച പൾസർ സുനിക്കൊപ്പം ജയിലിലുണ്ടായിരുന്ന സാക്ഷി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതൊക്കെ വളരെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. പൾസർ സുനി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിൽ, ഇപ്പം നമുക്ക് ആശങ്കയുള്ളത് പൾസർ സുനിയുടെ ഒരു ജീവനോ അല്ലെങ്കിൽ അതിൽ പോലും എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ശരിയായ രീതിയിൽ ഈ കേസ് ട്രയൽ നടത്തി ശരിയായ കുറ്റവാളികൾ, ഞാൻ വീണ്ടും ഇൻവേർട്ടഡ് കോമയിൽ വരെ ശരിയായ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതിന് സാധിക്കുന്ന തരത്തിൽ നമ്മുടെ നിയമ സംവിധാനവും പോലീസും പ്രോസിക്യൂഷനും ഒക്കെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പക്ഷേ എനിക്ക് അതിനകത്ത് യാതൊരു ആത്മവിശ്വാസമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഓരോ സംഭവ വികാസം, ഇപ്പൊ ബാലചന്ദ്രകുമാറിന്റെ അടക്കം അനുഭവങ്ങളൊക്കെ നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ സംസാരിച്ചു പോയതാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതിന്റെ വിധി പുറത്തു വരുന്ന ദിവസം ഏറ്റവും അധികം ചങ്കിടിപ്പോടുകൂടി തന്നെ ഇരിക്കുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹമായിരിക്കും. അതിജീവിതയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൈ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. ആ ദൈവത്തിൻ്റെ കൈ നീതി നടപ്പിലാക്കുന്നതിലേക്ക്, നടത്തി കൊടുക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം ശരിയായ പ്രതികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു ഡിറ്ററൻ്റ് ആയി മാറാനുള്ള ഒരു സാഹചര്യം. അതായത് ഇനിയും സമാനമായിട്ടുള്ള കൊട്ടേഷനുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയിലെ തന്നെ എനിക്കൊന്ന് ആദ്യത്തെ ഈ ഒരു കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നോക്കൂ, ഒരാളെ കൊന്നാലും സാരമില്ല, ഒരാളെ റേപ്പ് ചെയ്താലും സാരമില്ല, കുറെ പൈസയും ഉണ്ട്, ഇൻഫ്ലുവൻസും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊരി പോരാമെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം, അത് വല്ല ഒരു അബ്സല്യൂട്ട് അനാർക്കിയിലാണ് നമ്മുടെ സ്റ്റേറ്റിനെ കൊണ്ടെത്തിക്കുന്നത്. വല്ലാതെ താങ്കളെ സന്തോഷിപ്പിക്കുന്നത്. രാഹുലിന്റെ ഈ സന്തോഷം എന്താണ്? പൾസർ പുറത്തിറങ്ങുന്നതിലുള്ള സന്തോഷമാണോ?
അയ്യോ അല്ല, തിരിച്ച് ദിലീപ് വിരോധികൾ ആ അവസരം പോലും ദിലീപിനെതിരെ ക്യാമ്പയിൻ നടത്താൻ പോകുന്നല്ലോ എന്ന് ആലോചിച്ച് ഞാൻ തിരിച്ചു ജിൻസൺ കേസിലെ സാക്ഷിയായി ജിൻസൺ പറഞ്ഞത് രാഹുലും കേട്ടല്ലോ. ജിൻസൺ ആരില്ല, ജിൻസൺ പള്ളിയിലെത്തൊന്നും അല്ലല്ലോ, കോടതി ജയിലിൽ കിടന്നൊരു പ്രതിയല്ലേ. ജിൻസൺ പള്ളിയിലെത്തൊന്നും അല്ലോ. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, 4 പോലീസുകാരുടെ 85 ദിവസം ജയിലിൽ കിടന്ന പള്ളിയിലച്ചനെ കുറിച്ചാണ് താങ്കൾ വാദിക്കുന്നത്. 85 ദിവസം ജയിലിൽ കിടന്ന പള്ളിയിലച്ചന് വേണ്ടിയാണ് താങ്കൾ വാദിക്കുന്നത്. 85 ദിവസം അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹം നിരപരാധിയായിട്ടും നിരപരാധിയെന്ന് കോടതി പറഞ്ഞോ? അല്ല, നിരപരാധിയെന്ന് കോടതി പറഞ്ഞോ? അദ്ദേഹം നിരപരാധിയാണെന്ന് ജസ്റ്റിസ് രാഹുൽ ഈശ്വർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കുറ്റവാളിയെന്ന് പ്രഖ്യാപിച്ചില്ലേ? എന്താ വീണ പ്രഖ്യാപിച്ചപ്പോ ഇടപെടാത്തത്? വീണ പറഞ്ഞല്ലോ ഇന്ത്യയിലെ ആദ്യ കൊട്ടേഷൻ റേറ്റ് കേസാണ്. അപ്പൊ വീണ അത് പ്രോസിക്യൂഷന്റെ വാദം മാത്രമല്ലേ, കോടതി പ്രഖ്യാപിച്ചില്ലല്ലോ. കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്താം. ശ്രീമതി വീണ ഒന്ന് ദയവായി ശ്രദ്ധിക്കണം. ആ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസ് എന്തായി? ഗ്രൂപ്പിലിട്ട് തട്ടുവെന്ന ബാലേന്ദ്രകുമാറിന്റെ സോക്കോൾഡ് വെളിപ്പെടുത്തൽ, വെറും പെടുത്തൽ എന്തായി? ഇതൊക്കെ കള്ളലായിരുന്നു. പോട്ടെ, കാവ്യാമാധവനാണ് മാഡം എന്ന് വരെ പ്രചരിപ്പിച്ചില്ലേ? ആ പൊട്ടിപ്പെണ്ണായ കാവ്യാമാധവനാണ് മാഡം, കാവ്യാമാധവനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും മനസാക്ഷി വേണ്ടേ? കാവ്യാമാധവന്റെ അമ്മയാണ് ഇതിന്റെ പിന്നിൽ വരെ പ്രചരിപ്പിച്ചില്ലേ? മുഖ്യധാരാ ചാനലുകൾ ചർച്ചയ്ക്കെടുത്ത വിഷയമാണ് മാഡം കാവ്യോ എന്ന് പറഞ്ഞ്. കാവ്യാമാധവനെ അമ്മയെ പോലും വെറിവിടാത്തവരാണ് സ്ത്രീ വിരുദ്ധർ. കാവ്യാമാധവനെ അമ്മയെ പോലും അവഗണിപ്പെടുത്താൻ ശ്രമിച്ചവരാണ് സ്ത്രീ വിരുദ്ധർ. അല്ലാതെ ശ്രീ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. ദിലീപിനെതിരെ കടുകുമണിയോളം തെളിവില്ല. 2 ജഡ്ജിയുടെ മോളെ പോലും, ജഡ്ജിയുടെ കുടുംബക്കാരെ പോലും ആക്രമിച്ചു. ജഡ്ജിയുടെ ഹസ്ബൻഡ് മോശക്കാരനായി ജഡ്ജിയുടെ അച്ഛന്റെ പേരാമർശം വന്നു. ഇവരാണ് അപകീർത്തി പ്രൊപ്പഗാൻഡിസ്റ്റുകളാണ് ഇവർ. ഇവരെല്ലാം തകർന്ന് വീഴും. വിധി വരുമ്പോൾ നമ്മൾ രണ്ടും കേരളത്തിൽ ഉണ്ടാവുമല്ലോ. അന്നും സ്മൃതി മാഡം എന്നെ വിളിക്കണം. ഞാൻ സ്മൃതി മാഡത്തിന് വേണ്ടി ഒരു മറുപടി അന്നത്തെ കാത്തു വെച്ചിട്ടുണ്ട്. അതായത് ഈ വിധി വരുന്ന ദിവസം ബാക്കി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ മാറ്റി വെച്ച് സ്മൃതി മാഡത്തിന്റെ വെയിറ്റ് ചെയ്തിരിക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, വളരെ വളരെ വിനയത്തോടുകൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ വിധി എന്താകും എന്നുള്ള കാര്യത്തിൽ ഏറ്റവും അധികം ആശങ്കയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പൊ താങ്കളുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതായത് ഇപ്പോ താങ്കൾ വാദിക്കുന്ന ദിലീപ് എന്ന് പറയുന്ന കുറ്റാരോപിതൻ ഈ കേസിൽ മോചിതനാകുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് താങ്കളുടെ ശരീരഭാഷയിലും സംസാരത്തിലും ഒക്കെ റിഫ്ലക്ട്, അതുപോലും സത്യത്തിൽ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളത് അടിവരയിട്ടൊന്ന് പറഞ്ഞു വെച്ചോളട്ടെ. നമുക്ക് കാണാം രാഹുൽ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് വീണ നായർ, പ്രകാശ് ബാരെ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, രാഹുൽ ഈശ്വർ, ജിൻസൺ ചർച്ചയിൽ പങ്കെടുത്താൻ.